നമസ്കാരം. ഇന്നത്തെ സുപ്രധാന വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ചാവേറാകാൻ തയ്യാറെടുത്ത 19-കാരൻ യുവാവ് 3 മാസമായി പാക് ഏജന്റിന്റെ നിയന്ത്രണത്തിൽ. KSRTC ബസിൽ ദിലീപിന്റെ സിനിമ ഇട്ടതിൽ പ്രതിഷേധം. ഉത്സവത്തിന്റെ കൂപ്പൺ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ദിലീപിനെ ഒഴിവാക്കി. ദിലീപ് ശബരിമലയിൽ 18-ാം പടി ചവിട്ടാതെ സ്റ്റാഫ് ഗേറ്റ് വഴി ദർശനത്തിനായി സന്നിധാനത്തേക്ക്. വാർത്തകൾ വിശദമായി. നടിയെ ആക്രമിച്ച കേസിന് പിന്നാലെ കുറ്റവിമുക്തനായ നടൻ ദിലീപിനെതിരെ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ശക്തമാവുകയാണ്. KSRTC ബസിൽ ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ചതിനെ ചൊല്ലി പ്രതിഷേധം ശക്തമായി. തുടർന്ന് ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിക്കേണ്ട എന്നാണ് യാത്രക്കാരിൽ ഭൂരിഭാഗം പേരും പറഞ്ഞത്. യാത്രക്കാരുടെ അഭിപ്രായം കണക്കിലെടുത്ത് TV ഓഫാക്കി കണ്ടക്ടർ. മാത്രമല്ല, എറണാകുളം ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ കൂപ്പൺ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ദിലീപിനെ ഒഴിവാക്കി. ഈ തീരുമാനവും പ്രതിഷേധത്തെ തുടർന്നാണ്. ഒത്തിരി പേരുണ്ടാവും ഇവിടുത്തെ വിഷയം എന്താ? ഈ സിനിമ ഇതിനകത്ത് കാണാൻ പറ്റില്ലെന്നേ പറഞ്ഞുള്ളൂ. ഞങ്ങൾ വനിതകൾക്ക് ഈ സിനിമ കാണാൻ അതിനകത്ത് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. നിങ്ങൾ കൂടുതൽ അലക്കണ്ട, മര്യാദയ്ക്ക് സംസാരിച്ചാൽ മതി. ദിലീപിന്റെ ആളാകാൻ നോക്കണ്ട, ദിലീപിനെ പോലാകാൻ നോക്കണ്ട കേട്ടോ. കോടതി വിധി പലതും ഇവിടെ വന്നിട്ടുണ്ട്, പല വിധികളും വന്നിട്ടുണ്ട്, പല കോടതികളുണ്ട്. ഇത് താഴത്തെ കോടതി മാത്രം. ആരും എന്ത് പറഞ്ഞെന്നുള്ളതല്ല, ഇവിടെ ഈ സിനിമ കാണാൻ. ഈ കഴിഞ്ഞ ദിവസം ഓടിക്കൊണ്ടിരുന്ന ഒരു KSRTC ബസ്സിൽ നടൻ ദിലീപിന്റെ ചിത്രം പ്രദർശിപ്പിച്ചത് യാത്രക്കാരിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. അവർ പ്രതിഷേധിക്കുകയും ചെയ്തു. എന്തായാലും ഈ പ്രതിഷേധത്തിന്റെ ഒടുവിൽ സിനിമ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമാണ് കണ്ടക്ടർക്ക് ഉണ്ടായത്. വനിതകളാണ് നടിക്കൊപ്പം എന്നത് വെറും വാക്കുകളിൽ ഒതുക്കാൻ കഴിയില്ലെന്നും ഇത്തരത്തിൽ നടിയെ ആക്രമിച്ച ഒരു വ്യക്തിയുടെ സിനിമ കാണാൻ തനിക്ക് താല്പര്യമില്ല എന്ന കാര്യം ആദ്യം അറിയിച്ചത്. കൂടെ മറ്റ് മധ്യവയസ്കരായ യുവാക്കളും ഇതിൽ പങ്കെടുത്തു എന്നതാണ്. നടിക്കൊപ്പം എന്നത് കേവലം വാക്കുകളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, തീർത്തും നടിയോടൊപ്പം തന്നെ നിൽക്കേണ്ട കാര്യമുണ്ട് എന്ന കാര്യമാണ് ഇതിലൂടെ അവർ വ്യക്തമാക്കിയത്. ആദ്യം കുറച്ചു നേരം ഇതൊരു വിവാദത്തിലേക്ക് പോയിരുന്നുവെങ്കിലും പിന്നീട് സിനിമ ഓഫ് ചെയ്യുക എന്ന കാര്യം തന്നെയാണ് കണ്ടക്ടർക്ക് ചെയ്യാനുണ്ടായത്. കണ്ടക്ടർ സിനിമ ഓഫ് ചെയ്യുക തന്നെയാണ് ചെയ്തത്. കൂടാതെ ഇപ്പോൾ എറണാകുളം ശിവക്ഷേത്രത്തിലെ കൂപ്പൺ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും ദിലീപിനെ ഒഴിവാക്കി എന്നൊരു കാര്യമാണ് വരുന്നത്. ഉദ്ഘാടനത്തിന് ദിലീപിനെ ക്ഷണിച്ചിരുന്നു. പിന്നാലെ ഉയർന്ന വിവാദത്തെ തുടർന്നാണ് നിലവിൽ ഉദ്ഘാടനത്തിന് ദിലീപ് എത്തണ്ട എന്നൊരു കാര്യം അറിയിച്ചിരിക്കുന്നത്. നാളെ 6 മണിക്കാണ് ഉദ്ഘാടന സമയം നിർവഹിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്ര ഭാരവാഹികൾ തന്നെയാണ് ഇത്തരത്തിൽ ദിലീപ് വരണ്ട എന്നൊരു കാര്യം തീരുമാനിച്ചത്. എന്തായാലും നാളെ നടക്കാനിരിക്കുന്ന ചടങ്ങ് നാളെ 6 മണിക്ക് തന്നെ കൃത്യമായി നടക്കും. ക്ഷേത്ര മേൽശാന്തി ആയിരിക്കും ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുക. രാജ്യത്ത് ചാവേർ ആക്രമണം നടത്താൻ തയ്യാറെടുക്കുന്ന ഒരു 19-കാരനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ യുവാവ് കഴിഞ്ഞ 3 മാസമായി ഒരു പാക് ഏജന്റിന്റെ ശക്തമായ നിയന്ത്രണത്തിലായിരുന്നു. ചാവേറാകാൻ വേണ്ടിയുള്ള പരിശീലനവും നിർദ്ദേശങ്ങളും ഇയാൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. ജമ്മു കാശ്മീരിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന 19-കാരനും റിയാസി സ്വദേശിയുമായിട്ടുള്ള മുഹമ്മദ് സജീറിനെയാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്ക് ചില പാക് സംഘടനയുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നതാണ് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. ശേഷം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. ഇയാളെ കഴിഞ്ഞ 3 മാസമായി പാകിസ്ഥാനിൽ നിന്നുമുള്ള ഒരു സംഘടനയാണ് നിയന്ത്രിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നവമാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ തീവ്രവാദ ആശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീർ മേഖലയിൽ സ്ഫോടനം നടത്തുക എന്നതാണ് ഇവരുടെ ഉദ്ദേശം. അതിനാവശ്യമായ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചു എന്നതാണ് ഈ വിദ്യാർത്ഥിയിൽ നിന്നും പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. മറ്റൊന്ന്, താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറ്റകൃത്യത്തിന്റെ ആഴം എത്രയാണെന്ന് പോലും ഈ വിദ്യാർത്ഥിക്ക് അറിയില്ല എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ കേസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന് കൈമാറിയിരിക്കുകയാണ്. നടൻ ദിലീപ് ശബരിമലയിൽ ദർശനത്തിനായി എത്തി. തനിക്ക് അനുകൂലമായ കോടതി വിധി വന്നതിന് ശേഷം ആദ്യമായാണ് ദിലീപ് സന്നിധാനത്തെത്തുന്നത്. ദിലീപ് 18-ാം പടി ചവിട്ടാതെ സ്റ്റാഫ് ഗേറ്റ് വഴിയാണ് ദർശനത്തിനായി സന്നിധാനത്തേക്ക് പ്രവേശിച്ചത്. കളഭാഭിഷേകത്തിനും നെയ്യഭിഷേകത്തിനുമായി ടിക്കറ്റ് എടുക്കുകയും ശബരി ഗസ്റ്റ് ഹൗസ് റൂം ബുക്ക് ചെയ്യുകയും ചെയ്ത ശേഷമാണ് ദിലീപ് ഇന്ന് രാവിലെ 9:45-ന് സന്നിധാനത്തെത്തിയത്.
ഇന്ന് രാവിലെയാണ് നടൻ ദിലീപ് അയ്യപ്പ ദർശനത്തിനായി സന്നിധാനത്ത് എത്തിയിരിക്കുന്നത്. ഇന്നലെയോടെ എത്തുമെന്ന കാര്യമാണ് ആദ്യ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നത്. ശേഷം ഇന്ന് പുലർച്ചെയോടെയാണ് എന്തായാലും നടൻ ദിലീപ് സന്നിധാനത്ത് എത്തിയിരിക്കുന്നത്. ഒരുപാട് വഴിപാടുകൾ നടത്താനുണ്ട്. മാത്രവുമല്ല തന്ത്രിയെയും കാണും എന്നതാണ്. അയ്യപ്പ ദർശനം കൂടാതെ ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചെയ്യും എന്ന കാര്യമാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ ദിലീപ് വന്നത് വളരെ വലിയൊരു വിവാദമായിരുന്നു. 10 മിനിറ്റോളം അയ്യപ്പനെ ദർശിച്ചു എന്ന കാര്യത്തിൽ മറ്റു ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വളരെ വലിയൊരു വിവാദം തന്നെ സൃഷ്ടിച്ചിരുന്നതാണ്. അത്തരം സാഹചര്യവും കൂടെ ഈ നടിയെ ആക്രമിച്ച കേസിന്റെ വിധി വന്നതിന് ശേഷം ഇത്തവണ എന്തായാലും അയ്യപ്പ ദർശനത്തിനായിട്ട് ഇന്നാണ് നടൻ ദിലീപ് സന്നിധാനത്ത് എത്തിയിരിക്കുന്നത്. ഇതുവരെയുള്ള വാർത്തകൾ ഇവിടെ അവസാനിച്ചു. വരും മണിക്കൂറുകളിലെ വാർത്തയുമായി വീണ്ടും കാണാം.